നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അഗ്നിതീർത്ഥം കടലിൽ പുണ്യസ്നാനം ചെയ്ത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ രുദ്രാക്ഷമാല ധരിച്ചെത്തിയ മോദി പ്രാർത്ഥനകൾക്ക് ശേഷമാണ് മടങ്ങിയത്. ഇതിന്റെ വീഡിയോ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ശ്രീകോവിലിൽ നടന്ന ഭജനയിലും മോദി പങ്കെടുത്തെന്നാണ് റിപ്പോർട്ട്. ഹെലികോപ്റ്ററിലാണ് മോദി ഇവിടെ എത്തിയത്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്ര രാമനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. കാരണം ഇവിടെയുള്ള ശിവലിംഗം ശ്രീരാമനാണ് പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംഘപരിവാർ സംഘടനകൾ വീടുകളിൽ ജയ് ശ്രീറാം പതാകകൾ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ രാമക്ഷേത്രത്തിന്റെ അടക്കം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ 6 തരം സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. സൂര്യൻ, സരയു നദി, ഗണപതി, ഹനുമാൻ, ജഡായു, ക്ഷേത്രത്തിലെ വിവിധ ശില്പങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളും സ്റ്റാമ്പിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാമനുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകളുടെ ശേഖരം അടങ്ങിയ പുസ്തകവും മോദി പുറത്തിറക്കി. അനേകം തലമുറകളെ പ്രാണപ്രതിഷ്ഠയെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്റ്റാമ്പുകൾ അവസരമൊരുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പ്രതിഷ്ഠാ ദിനമായ 22-ന് രാവിലെ പ്രധാനമന്ത്രി സരയൂ നദിയിൽ സ്നാനം ചെയ്യും. രാമപഥിലൂടെയും ഭക്തിപഥിലൂടെയും രാമജന്മഭൂമിയിലേക്ക് നടക്കും. 2 കിലോമീറ്ററോളം മോദി കാൽനടയായി പോകും. തുടർന്ന് ഹനുമാൻ ഗഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാജ്യത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ 8000-ൽ-അധികം പേരെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. രാത്രിയിലും സ്വർണം പോലെ തിളങ്ങുന്ന രീതിയിലാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം. രാമക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിൽ 14 സ്വർണ്ണ വാതിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 12 അടി ഉയരവും 10 അടി വീതിയുമുള്ള ശ്രീകോവിലിൽ ഒരു വാതിൽ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രിയിലും ക്ഷേത്രത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്നതായി ആളുകൾക്ക് തോന്നുന്ന തരത്തിലാണ് ഇവിടെ വിളക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രം മുഴുവൻ സ്വർണം പോലെ തിളങ്ങും. ക്ഷേത്രത്തിലാകെ 46 വാതിലുകൾ സ്ഥാപിക്കും. ഇതിൽ 42 എണ്ണത്തിൽ 100 കിലോ സ്വർണം പൂശും. പടികൾക്ക് സമീപം 4 വാതിലുകൾ ഉണ്ടാകും. അതിൽ സ്വർണം പൂശില്ല. മഹാരാഷ്ട്ര തേക്ക് തടി കൊണ്ടാണ് ഈ വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള കരകൗശല വിദഗ്ധനാണ് ഇതിന്റെ കൊത്തുപണി നടത്തിയത്. രാംലല്ലയുടെ സിംഹാസനവും സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കൊടിമരവും സ്വർണം കൊണ്ടായിരിക്കും. അയോധ്യയിലെ രാമക്ഷേത്രം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ നിർമ്മാണത്തിനായി ശാസ്ത്രം ഉൾക്കൊള്ളുന്ന പരമ്പരാഗത ഇന്ത്യൻ പൈതൃക വാസ്തുവിദ്യയുടെ സംയോജനമാണ്. 1000 വർഷത്തിലേറെയായി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര പറയുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം അതിനെ ഒരു ഐതിഹാസിക ഘടനയാക്കാൻ ഇന്ത്യയിലെ മുൻനിര ശാസ്ത്രജ്ഞർ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ISROയുടെ സാങ്കേതിക വിദ്യകൾ പോലും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 15 തലമുറകൾ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമായി പൈതൃക ക്ഷേത്ര നിർമ്മാണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ചന്ദ്രകാന്ത് സോംപൂരെയാണ് നാഗർ ശൈലി അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ക്ഷേത്ര രൂപകൽപ്പന അനുസരിച്ചുള്ള വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തത്. കുടുംബം 100-ൽ-അധികം ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വാസ്തുവിദ്യ ചരിത്രത്തിൽ ശ്രീരാമക്ഷേത്രം ഇന്ത്യയിൽ മാത്രമല്ല ഭൂമിയിലെ ഏത് സ്ഥലത്തും സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള അപൂർവമായ അതുല്യമായ തരത്തിലുള്ള മഹത്തായ സൃഷ്ടിയായിരിക്കും എന്ന് സോംപൂര പറയുന്നു. ക്ഷേത്രത്തിലാകെ വിസ്തീർണം 2.7 ഏക്കറാണ്. ബിൽറ്റപ്പ് ഏരിയ ഏകദേശം 57,000 ചതുരശ്ര അടിയാണ്. ഇത് 3 നിലകളുള്ള ഘടനയായിരിക്കുമെന്ന് നൃപേന്ദ്ര മിശ്ര പറയുന്നു. ഇരുമ്പിന്റെ ആയുസ് 80 മുതൽ 90 വർഷമായതിനാൽ ക്ഷേത്രത്തിൽ ഇരുമ്പും ഉരുക്കും ഉപയോഗിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ക്ഷേത്രത്തിന്റെ ഉയരം 161 അടി അല്ലെങ്കിൽ കുത്തം മിനാറിന്റെ ഉയരത്തിന്റെ 70% ഏറ്റവും മികച്ച നിലവാരമുള്ള ഗ്രാനൈറ്റ്, മൺകല്ല്, മാർബിൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ജോയിന്റുകളിൽ സിമന്റോ കുമ്മായമോ ഉപയോഗിച്ചിട്ടില്ലെന്നും പറയുന്നു. 25,000 വർഷം ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ 3 നിലകളുള്ള ഘടനയ്ക്ക് സാധിക്കുമെന്നും പറയുന്നു.